എല്ലാവർക്കും LDCയുടെ പുതിയ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, അതായത് IT പാർട്ടിലെ ഒരു റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത് നമ്മൾ. അതായത് നമ്മൾ ഇതിനു മുമ്പേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് ഒരു റിവിഷൻ ക്ലാസ് ചെയ്തിരുന്നു. മാക്സിമം നിങ്ങളെല്ലാവരും അതൊന്ന് പോയി കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് LDC തിരുവനന്തപുരം, അതുപോലെ തന്നെ ഖാദി ബോർഡ് LDC എന്നീ ക്വസ്റ്റ്യൻ പേപ്പർ ബന്ധപ്പെട്ട് NCERT ടെസ്റ്റിലെ +1 2 ചാപ്റ്റേഴ്സിൽ നിന്നാണ് അതിനകത്തുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. ആ 2 ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട 2 ചാപ്റ്റേഴ്സാണ് +1 NCERT ടെസ്റ്റിലെ. അപ്പോൾ മാക്സിമം അതാണ്, ആ ചാപ്റ്റേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി എക്സാം എഴുതുന്ന നമ്മൾ കണ്ണൂർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ചെങ്ങായിമാരുടെ ഡിസ്ട്രിക്റ്റ് ആയിക്കോട്ടെ, അതിനകത്തെ ജില്ലകളിലൊക്കെ ഇനി വരുന്ന LDC എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടിൽ, അതായത് കമ്പ്യൂട്ടർ പാർട്ടിലെ മുഴുവൻ മാർക്ക് നമുക്ക് സ്കോർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സും ഇതിനു മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, പ്രീവിയസ് ഇയർ റിവിഷൻ്റെ ക്ലാസ് ഉണ്ട്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളും. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലെ മാക്സിമം മാർക്കും വളരെ എളുപ്പത്തിൽ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ചാനൽ നമ്മുടെ ഈ ഒരു റിവിഷൻ ക്ലാസ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം, എന്നാലേ നിങ്ങൾക്ക് പ്രയോജനം കിട്ടത്തുള്ളൂ. അപ്പം ഈ റിവിഷൻ ക്ലാസ് മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ് ടെറാബൈറ്റ്. അപ്പോൾ ഇതിലേതാണ് വരുന്നത്, വിട്ടുപോയത് പൂരിപ്പിക്കുക എന്നാണ്. ഇത് വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കോമൺ ലോജിക്ക് മതി. ബൈറ്റ്, കിലോബൈറ്റ്, നമ്മുടെ KB ആണ് കിലോബൈറ്റ്. മെഗാബൈറ്റ് എന്താ, നമ്മുടെ MB ആണ്. KB കഴിഞ്ഞാൽ MBകൾ കൂടിച്ചിടുന്നതാണ് എന്താണ്, GB, ജിഗാബൈറ്റ്. അപ്പോൾ ഇവിടെ GB അല്ലേ വരുന്നത്, GB ഫുൾ ഫോം എന്താണ്, ജിഗാബൈറ്റ്. അപ്പോൾ ആൻസർ ഏതാണ്, ഓപ്ഷൻ B, ജിഗാബൈറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ, അതായത് നമ്മുടെ LDC തിരുവനന്തപുരം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഖാദി ബോർഡ് LDC ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നമ്മുടെ സിലബസുമായിട്ട് അടുത്ത് ചേർന്നിരിക്കുന്ന +1 കമ്പ്യൂട്ടർ സയൻസിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഘടകങ്ങൾ, കമ്പ്യൂട്ടർ ശൃംഖലകൾ എന്നീ 2 ചാപ്റ്ററുകളിൽ നിന്നാണ് നമ്മുടെ സിലബസുമായിട്ട് ചേർന്നിരിക്കുന്ന ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളതെല്ലാം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് NCERT ടെസ്റ്റിലോട്ട് പോകാം. അപ്പോൾ ഇതിന് ആൻസർ മനസ്സിലായല്ലോ. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്. മെഗാബൈറ്റ് കഴിഞ്ഞാൽ എന്താണ്, ജിഗാബൈറ്റ്. GB, MB കഴിഞ്ഞാൽ GB കഴിഞ്ഞാൽ TB, ടെറാബൈറ്റ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അത് ഉണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അത് ഉണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെന്ന് നോക്കാം നമുക്ക്. എഡ്ജ്, മൈക്രോസോഫ്റ്റിൻ്റെ അല്ലേ എഡ്ജ്? നിങ്ങൾ അത്യാവശ്യം ബ്രൗസ് ചെയ്യുന്നവർക്കൊക്കെയാണ് മനസ്സിലാവും. മൈക്രോസോഫ്റ്റിൻ്റെയാണ് എഡ്ജ് കേട്ടോ, മൈക്രോസോഫ്റ്റിനാണ് എഡ്ജ്. ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റിൻ്റെയാണോ, തെറ്റല്ലേ. ഫോട്ടോഷോപ്പ് അഡോബിൻ്റെ അല്ലേ, അഡോബിൻ്റെയാണ് ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പ് ഒരിക്കലും മൈക്രോസോഫ്റ്റിൻ്റെ അല്ല, അഡോബിൻ്റെയാണ്. പിന്നെ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിൻ്റെയാണ്, അതായത് നമ്മുടെ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് കേട്ടോ. പിന്നെ ആൻഡ്രോയിഡ് ഗൂഗിളാണ് കേട്ടോ, അത് ഉണ്ടാക്കിയ കമ്പനിയുടെയാണ്. ആൻഡ്രോയിഡ് ഗൂഗിളാണ് കേട്ടോ, ആൻഡ്രോയിഡ് ഗൂഗിളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്, 134 അല്ലേ, 134 ആണ് വരുന്നത്. 134 ഏതാ, ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ലാന്, ഇത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ലാന്, വാന്, മാന്, ഇതിനകത്ത് ഏതാണ് കൂട്ടത്തിൽ ചേരാത്തത്, ഓപ്ഷൻ C, ക്യാൻ ആണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം, NCERT ടെസ്റ്റ് വെച്ച് ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് NCERT ടെസ്റ്റിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്താണ്? അപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. വാട്സപ്പിലൊക്കെ ഇപ്പോൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മെറ്റ AI എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആയിക്കോട്ടെ, ഫേസ്ബുക്കിൻ്റെ ആയിക്കോട്ടെ, വാട്സാപ്പിൻ്റെ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം പേരൻറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ മെറ്റയാണ്. പിന്നെ നമ്മൾ ടെലഗ്രാം യൂസ് ചെയ്യുന്നതാണ്. ടെലഗ്രാമിൽ നമ്മൾ മെറ്റ എന്നെങ്ങും കണ്ടിട്ടില്ല ടെലഗ്രാമിൽ. അതുകൊണ്ട് തന്നെ ടെലഗ്രാം വേറെ കമ്പനിയാണ്. മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്തതാണ് ടെലഗ്രാം. ടെലഗ്രാം വേറൊരു കമ്പനിയാണ്. പക്ഷേ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്നിവയെല്ലാം മെറ്റ കമ്പനിയുടെയാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അടുത്തത് ഡീപ്പ് ഫേക്ക് എന്നാൽ എന്താണ്? അപ്പം ഡീപ്പ് ഫേക്ക് എന്നാൽ എന്താണ്? ഇത് കറണ്ട് അഫയർ പാർട്ടിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക് കേട്ടോ. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക് എന്നാൽ. അടുത്ത നമ്മുടെ ഖാദി ബോർഡിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഖാദി ബോർഡിലെ ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്പൺ ഓഫീസ് റൈറ്റർ, അതിൻ്റെ ആൻസർ വളരെ എളുപ്പമാണ്. വേർഡ് പ്രോസസ്സറാണ് വരുന്നത്. വേർഡ് പ്രോസസ്സറാണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ ആയിട്ട് വരുന്നത്. മറ്റേത് ഇമേജ് എഡിറ്റർ വരത്തില്ല, സ്പ്രെഡ്ഷീറ്റ് വരത്തില്ല, പ്രസൻറ്റേഷൻ വരത്തില്ല. നിങ്ങൾ കോമൺ ലോജിക്ക് വെച്ച് തന്നെ വേർഡ് പ്രോസസ്സർ അത് കിട്ടും. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ,
കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണം ഏത്? കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസർ ഏതാണ് വരുന്നത്? മാൻ അല്ലേ വരുന്നത്? ഓപ്ഷൻ സി മാൻ ആണ് വരുന്നത്. ലാൻ അല്ല, പാൻ അല്ല, വാൻ അല്ല, മാൻ ആണ് വരുന്നത് കേട്ടോ. 60ന്റെ ഓപ്ഷൻ സി മാൻ ആണ് വരുന്നത്. ഇനി നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് LDC ഗാന്ധി ബോർഡിലെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മുടെ സിലബസുമായിട്ട് അടുത്തേക്കുന്ന 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. NCERT +1 കമ്പ്യൂട്ടർ സയൻസിലെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഘടകങ്ങൾ, കമ്പ്യൂട്ടർ ശൃംഖലകൾ. അപ്പോൾ ആ ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ചാപ്റ്റർ വെച്ച് നമുക്കൊന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റിവിഷൻ ചെയ്ത് പഠിച്ചൊക്കെ പോവാം. അപ്പോൾ ഇനി വരുന്ന എക്സാംസിനൊക്കെ ഇനിയിപ്പോൾ LDCയുടെ ബാക്കി എഴുതുന്ന കൂട്ടുകാർക്കൊക്കെ വളരെ ഉപകാരപ്രദമാവും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഘടകങ്ങൾ നോക്കാം. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് തന്നെ ഡാറ്റ പ്രോസസ്സിംഗ് ആണ് പറയുന്നത്. ഡാറ്റ പ്രോസസ്സിങ്ങിൽ നമുക്ക് ഡാറ്റ ശേഖരണം. ഒരു മിനിറ്റ്. ഇതിൽ കേട്ടോ ഇൻപുട്ട് യൂണിറ്റ് എപ്പോഴും സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. ഇൻപുട്ട് യൂണിറ്റ് എന്താണ്? ശേഖരിച്ച ഡാറ്റയും അവ പ്രോസസ്സ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടറിലേക്ക് നൽകുന്നത് ഇൻപുട്ട് വഴിയാണ്. അവ മെമ്മറിയിൽ സംഭരിക്കപ്പെടുന്നതും അക്കം, അക്ഷരം, ചിത്രം, ശബ്ദം, വീഡിയോ തുടങ്ങി പല രൂപങ്ങളിലായി ഡാറ്റ കാണപ്പെടുന്നു. ഇങ്ങനെയുള്ള ഡാറ്റകൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുവാൻ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്ക്, ഡിജിറ്റൽ ക്യാമറ തുടങ്ങിയവയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണങ്ങൾ. ചുരുക്കത്തിൽ ഇൻപുട്ട് യൂണിറ്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ താഴെ കൊടുത്തു. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളും ചിലപ്പോൾ PSC ചോദിക്കാൻ ചാൻസ് ഉണ്ട്. NCERT ടെസ്റ്റിൽ അത് എടുത്ത് പറയുന്നുണ്ട്. നിർദ്ദേശങ്ങളും ഡാറ്റയും പുറമേ നിന്ന് സ്വീകരിക്കുക. അതുപോലെ തന്നെ ഈ നിർദ്ദേശങ്ങളും ഡാറ്റയും കമ്പ്യൂട്ടറിന് സ്വീകാര്യമായ രൂപത്തിൽ പരിവർത്തനം ചെയ്യുന്നു. പരിവർത്തനം ചെയ്ത നിർദ്ദേശങ്ങളും ഡാറ്റയും കമ്പ്യൂട്ടറിലേക്ക് പ്രോസസ്സ് ചെയ്യാനായി നൽകുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇൻപുട്ട് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളായിട്ട് വരുന്നത്. എന്താണ് ഇൻപുട്ട് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ? ഏതൊക്കെയാണ്? നിർദ്ദേശങ്ങളും ഡാറ്റയും പുറമേ നിന്ന് സ്വീകരിക്കുക. അതുപോലെ തന്നെ ഈ നിർദ്ദേശങ്ങളും ഡാറ്റയും കമ്പ്യൂട്ടറിന് സ്വീകാര്യമായ രൂപത്തിൽ പരിവർത്തനം ചെയ്യുന്നു. പരിവർത്തനം ചെയ്ത നിർദ്ദേശങ്ങളും ഡാറ്റയും കമ്പ്യൂട്ടറിലേക്ക് പ്രോസസ്സ് ചെയ്യാനായി നൽകുന്നു കേട്ടോ. അടുത്ത നമ്മുടെ വരുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. CPU ഫുൾ ഫോം എന്താണ്? CPUന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ മസ്തിഷ്കമാണ് കേട്ടോ. CPU എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറിന്റെ മസ്തിഷ്കമാണ്. മനുഷ്യ ശരീരത്തിൽ പ്രധാന തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് മസ്തിഷ്കമാണ് കേട്ടോ. നമുക്കറിയാം മനുഷ്യ ശരീരത്തിൽ പ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നത് മസ്തിഷ്കമാണ്. അതുകൊണ്ട് തന്നെ മസ്തിഷ്കത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മറ്റ് ശരീര ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിൽ എല്ലാ പ്രധാന കണക്കുകൂട്ടലുകളും താരതമ്യവും CPU-വിനുള്ളിൽ ചെയ്യപ്പെടുന്നു. കമ്പ്യൂട്ടറിന്റെ മറ്റ് ഘടകങ്ങൾ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും CPU ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. CPU-വിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമായും 3 ഘടകങ്ങളാണ്. അപ്പം CPU-വിന്റെ പ്രവർത്തനങ്ങളൊക്കെ PSC ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് CPU-വിന്റെ 3 ഘടകങ്ങളായിട്ടാണ് CPU പ്രവർത്തനം നടത്തുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ALU യൂണിറ്റ്, അതായത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, ALU യൂണിറ്റ്. അതുപോലെ തന്നെ CU കൺട്രോൾ യൂണിറ്റ് കേട്ടോ. കൺട്രോൾ യൂണിറ്റ്. പിന്നെ രജിസ്റ്ററുകൾ. അപ്പോൾ CPU-വിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമായും 3 ഘടകങ്ങളാണ്. ഏതൊക്കെ ഘടകങ്ങളാണ്? PSC ചോദിക്കാം. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ALU, കൺട്രോൾ യൂണിറ്റ്, അതുപോലെ തന്നെ രജിസ്റ്ററുകൾ കേട്ടോ. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്ററുകൾ. ഇത് 3മാണ് CPU-ന്റെ പ്രധാനമായും 3 ഘടകങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഫസ്റ്റ് തന്നെ അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. നമുക്ക് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ALU-വിലാണ്, അതായത് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിലാണ്. കണക്കുകൂട്ടലുകളും ലോജിക്കൽ പ്രവർത്തനങ്ങളായി താരതമ്യം ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കലും നിർവഹിക്കപ്പെടുന്നതാണ് ഈ യൂണിറ്റിലാണ് കേട്ടോ. അതായത് സംഭരണ യൂണിറ്റിൽ സംഭരിക്കപ്പെടുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും ALU-വിലേക്ക് മാറ്റപ്പെടുകയും അവിടെ പ്രോസസ്സിംഗ് നടക്കുകയും ചെയ്യുന്നു. ALU-വിൽ ഡാറ്റ പ്രോസസ്സിംഗിനിടയിൽ നിർമ്മിക്കപ്പെടുന്ന ഫലങ്ങളെ സംഭരണ ഘടകത്തിലേക്ക് താൽക്കാലികമായി മാറ്റുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് നോട്ടിരുന്നാൽ മതി. ALU-വിനും ഇടയിൽ ഡാറ്റ പ്രോസസ്സിംഗ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ പലതവണ ഡാറ്റയുടെ ഒഴുക്കുണ്ടാകുന്നു. അരിത്തമാറ്റിക് യൂണിറ്റ്. അടുത്ത CU കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ യൂണിറ്റിന് സ്വന്തമായി പ്രവർത്തികൾ നിർവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവ ആവശ്യാനുസരണം മാത്രമേ നിർവഹിക്കപ്പെടുന്നുള്ളൂ. ഈ പ്രവർത്തികൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ് കേട്ടോ. കൺട്രോൾ യൂണിറ്റിന്റെ നിർദ്ദേശം കിട്ടിയാൽ മറ്റ് യൂണിറ്റുകൾ അതിന്റെ പ്രവൃത്തി ഏറ്റെടുക്കുന്നു. അപ്പോൾ കൺട്രോൾ യൂണിറ്റിന്റെ നിർദ്ദേശം കിട്ടിയാൽ മാത്രമേ മറ്റ് യൂണിറ്റുകൾ അതിന്റെ പ്രവൃത്തി ഏറ്റെടുക്കുന്നുള്ളൂ കേട്ടോ. കമ്പ്യൂട്ടറിന്റെ മറ്റെല്ലാ യൂണിറ്റുകളും കൈകാര്യം ചെയ്യുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാന നാഡീവ്യൂഹ വ്യവസ്ഥയാണ് കൺട്രോൾ യൂണിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് കൺട്രോൾ യൂണിറ്റ്? എന്നാണ് കമ്പ്യൂട്ടറിന്റെ മറ്റെല്ലാ യൂണിറ്റുകളും കൈകാര്യം ചെയ്യുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാന നാഡീവ്യൂഹ വ്യവസ്ഥയാണ് കൺട്രോൾ യൂണിറ്റ്.
കേട്ടോ. മെമ്മറിയിൽ സംഭരിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ സ്വീകരിക്കുകയും അവ പ്രവർത്തിപ്പിക്കുന്നതിനായി സിസ്റ്റത്തിലേക്ക് ബന്ധപ്പെട്ട ഘടകങ്ങൾ നൽകുകയും അവയുടെ പ്രവർത്തനങ്ങളിൽ നടപ്പിൽ വരുത്തുകയും കൺട്രോൾ യൂണിറ്റിന്റെ ധർമ്മമാണ്. അടുത്ത നമ്മുടെ രജിസ്റ്ററുകളാണ്. രജിസ്റ്ററുകൾ എന്താണ്? CPU-വിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്ന താൽക്കാലിക സംഭരണ ഘടകങ്ങളാണ് ഈ രജിസ്റ്ററുകൾ എന്ന് പറയുന്നത്. അതായത് ഡാറ്റ, നിർദ്ദേശം, മെമ്മറി, അഡ്രസ്സ്, ഫലങ്ങൾ തുടങ്ങിയവ സംഭരിക്കുന്നതിനായി വ്യത്യസ്ത തരത്തിലുള്ള രജിസ്റ്ററുകൾ രൂപകൽപ്പനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്ററുകൾ എന്താണ്? CPU പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്ന താൽക്കാലിക സംഭരണ ഘടകങ്ങളാണ് ഈ രജിസ്റ്ററുകൾ എന്ന് പറയുന്നത്. അതായത് ഡാറ്റ, നിർദ്ദേശം, മെമ്മറി, അഡ്രസ്സ്, ഫലങ്ങൾ തുടങ്ങിയവയൊക്കെ സംഭരിക്കുന്നതിനായി വ്യത്യസ്ത തരത്തിലുള്ള രജിസ്റ്ററുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ഇതെന്ന് സംഭരണ ഘടകമാണ്. അത് സ്റ്റോറേജ് യൂണിറ്റ്. നമ്മളിപ്പം പഠിച്ചു, ഇൻപുട്ട് യൂണിറ്റ് പഠിച്ചു, അതുപോലെ തന്നെ CPU പഠിച്ചു, കമ്പ്യൂട്ടറിന്റെ ബേസിക് ആണ് ഇതെല്ലാം. അടുത്തത് സംഭരണ ഘടകം അതായത് സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് യൂണിറ്റ് വഴി നൽകിയ ഡാറ്റയും നിർദ്ദേശങ്ങളും യഥാർത്ഥ പ്രോസസ്സിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നു. അതുപോലെ പ്രോസസ്സിങ്ങിന് ശേഷമുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് അയക്കുന്നതിന് മുൻപ് കമ്പ്യൂട്ടറിന്റെ അകത്ത് സൂക്ഷിക്കുന്നു. കൂടാതെ ഡാറ്റ പ്രോസസ്സിങ്ങിനിടയിലുള്ള ഫലങ്ങളും പിന്നീട് പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ സംഭരിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ സംഭരണ യൂണിറ്റിന്റെ ഈ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റുന്നു. ചുരുക്കത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന അപ്പം ഇതാണ് മെയിനായിട്ട് നോക്കേണ്ട കേട്ടോ. ഇതിൽ സ്റ്റോറേജ് യൂണിറ്റിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ്ങിന് ആവശ്യമായി വരുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും കേട്ടോ. പ്രോസസ്സിങ്ങിന് ആവശ്യമായി വരുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഇടക്കാല ഫലങ്ങൾ കേട്ടോ, അതായത് ഇന്റർമീഡിയറ്റ് റിസൾട്ടുകൾ. പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് വിടുന്നതിന് മുമ്പുള്ള പ്രോസസ്സിങ്ങിന്റെ അന്തിമ ഫലങ്ങൾ കേട്ടോ, പ്രോസസ്സിങ്ങിന്റെ അന്തിമ ഫലങ്ങൾ. പിന്നെ നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രൈമറി സ്റ്റോറേജ് അതായത് പ്രാഥമിക സംഭരണമെന്നും ദ്വിതീയ സ്റ്റോറേജ് അതായത് സെക്കൻഡറി സ്റ്റോറേജ് എന്നും തിരിച്ചിട്ടുണ്ട്. പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഇത് പ്രധാന മെമ്മറി, അതായത് മെയിൻ മെമ്മറിയാണ് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി സ്റ്റോറേജിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് റാൻഡം ആക്സസ് മെമ്മറി റാം എന്നും അതുപോലെ തന്നെ റീഡ് ഓൺലി മെമ്മറി റോം എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റാം ഒരു അസ്ഥിര മെമ്മറിയാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പേ നടന്ന നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരങ്ങളുടെ റിവിഷൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളാണ് പറയുന്നത്. റാം എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? റാം ഒരു അസ്ഥിര മെമ്മറിയാണ്, അതായത് വോളട്ടൈൽ മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. നിർദ്ദേശങ്ങൾ, ഡാറ്റ പ്രോസസ്സിങ്ങിന്റെ ഇടക്കാല ഫലങ്ങൾ എന്നിവ സൂക്ഷിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ തൊട്ടു മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലങ്ങളും റാമിൽ ഉണ്ടായിരിക്കും കേട്ടോ. കമ്പ്യൂട്ടർ തൊട്ടു മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലങ്ങളും റാമിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ റോം കേട്ടോ. നിർദ്ദേശങ്ങൾ റോമിൽ അടങ്ങിയിരിക്കുന്നത്. റോമിൽ അടങ്ങിയിരിക്കും. റോം എന്താണ്? റീഡ് ഓൺലി മെമ്മറിയാണ് റോം കേട്ടോ. അപ്പോൾ റോം എന്താണ്? കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ റോമിൽ അടങ്ങിയിരിക്കുന്നു. പ്രാഥമിക സംഭരണി ഉയർന്ന വേഗതയുള്ളതാണെങ്കിലും താരതമ്യേന കുറഞ്ഞ സംഭരണശേഷി ഉള്ളതുമാകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താണ്? പ്രാഥമിക സംഭരണി ഉയർന്ന വേഗതയുള്ളതാണെങ്കിലും താരതമ്യേന കുറഞ്ഞ സംഭരണശേഷി ഉള്ളതുമാകുന്നു. അടുത്ത നമ്മൾ പറഞ്ഞു സ്റ്റോറേജ് യൂണിറ്റിന്റെ രണ്ടാമത്തെ ഇതാണ് ദ്വിതീയ സംഭരണം, അതായത് സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജ് എന്താണ്? ഇതിന് സഹായകമായ സംഭരണ ഘടകം, അതായത് ഓക്സിലറി സംഭരണ ഘടകം എന്ന് അറിയപ്പെടുന്നു. പ്രാഥമിക സംഭരണത്തിന്റെ പോരായ്മകളെ ഇത് പരിഹരിക്കുന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് എന്തിനാണ്? പ്രാഥമിക സംഭരണത്തിന്റെ പോരായ്മകളെ ഇത് പരിഹരിക്കുന്നു. സംഭരണ സ്ഥിരതയും, അതായത് പെർമനന്റ് ആയിട്ട് കേട്ടോ, ഉയർന്ന സംഭരണ ശേഷിയും ഇതിന്റെ പ്രത്യേകതകളാണ്. ഡാറ്റയും പ്രോഗ്രാമുകളും വിവരങ്ങളും സ്ഥിരമായ ദ്വിതീയ മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. പക്ഷേ അതിനുള്ള നിർദ്ദേശങ്ങൾ പുറമേ നിന്ന് നൽകിയിരിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ? DVD-കൾ, CD-കൾ, ഹാർഡ് ഡിസ്കുകൾ, മെമ്മറി സ്റ്റിക്കുകൾ തുടങ്ങിയവയാണ് നമ്മുടെ ഈ സെക്കൻഡറി സ്റ്റോറേജിനുള്ള ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. അടുത്ത നമ്മുടെ അവസാനത്തെ ഔട്ട്പുട്ട് യൂണിറ്റ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ പ്രോസസ്സിങ്ങിന് ശേഷം ലഭ്യമാകുന്ന വിവരങ്ങൾ മനുഷ്യന് വായിക്കാവുന്ന രീതിയിൽ പുറം ലോകത്തേക്ക് നൽകാനാണ് ഔട്ട്പുട്ട് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഔട്ട്പുട്ട് അങ്ങനെയാണ് വരുന്നത്. മോണിറ്ററും പ്രിന്ററുമാണ് സാധാരണയായി ഉപയോഗിച്ച് വരുന്ന ഔട്ട്പുട്ട് ഉപകരണങ്ങൾ കേട്ടോ. മോണിറ്ററും പ്രിന്ററുമാണ് സാധാരണയായി ഉപയോഗിച്ച് വരുന്ന ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. ഔട്ട്പുട്ട് യൂണിറ്റിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? CPU-വിൽ നിന്ന് പ്രോഗ്രാം രൂപത്തിലുള്ള ഫലങ്ങൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഫലങ്ങൾ മനുഷ്യന് വായിച്ചെടുക്കാവുന്ന രീതിയിലേക്ക് മാറ്റുന്നു. ഈ ഫലങ്ങൾ പുറം ലോകത്തേക്ക് നൽകുന്നു കേട്ടോ. ജസ്റ്റ് അത് എടുത്ത് വെച്ചാൽ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഹാർഡ്വെയർ ആണ്.
ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും അടങ്ങുന്നതാണ് കമ്പ്യൂട്ടർ സംവിധാനം എന്ന് നമുക്കറിയാം. അറിയാലോ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. കമ്പ്യൂട്ടറിൻ്റെ കാണാൻ സാധിക്കുന്നതുമായ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ് ഹാർഡ്വെയർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇലക്ട്രോ മെക്കാനിക്കൽ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തന ഭാഗങ്ങൾ ഹാർഡ്വെയർ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഈ പ്രവർത്തന ഘടകങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ ഹാർഡ്വെയറുകൾ ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് തന്നെ പ്രൊസസ്സറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിലെ എല്ലാ കണക്കുകൂട്ടലും നടത്തുന്നതും യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതും മറ്റു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമാണ് CPU ആണെന്ന് നാം കഴിഞ്ഞ ഭാഗങ്ങളിൽ പഠിച്ചുവല്ലോ. CPU പ്രവർത്തനം കമ്പ്യൂട്ടറിന്റെ മൊത്തം പ്രകടനത്തെ നിർണ്ണയിക്കുന്നു കേട്ടോ. അപ്പോൾ CPU എന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CPU എന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് IC പാക്കേജ് ആണ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കേജ് ആണ് കേട്ടോ. ഇത് ദശലക്ഷ ട്രാൻസിസ്റ്ററുകളും അനുബന്ധ ഘടകങ്ങളും കൂട്ടിച്ചേർന്നൊരു സിലിക്കൺ ചിപ്പാണ് ഈ CPU എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ഏതെന്ന് ഇതിനകത്ത് ഇനി പഠിക്കാനുള്ളത് മെയിനായിട്ടുള്ള നമുക്ക് നോക്കാം. CPU പ്രവർത്തിക്കുമ്പോൾ ധാരാളം താപം പുറന്നുള്ളത് കൊണ്ട് ഫാനും ഹീറ്റും ഉൾപ്പെടെ കൂളിംഗ് സിസ്റ്റം ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സാധാരണയായി ഉപയോഗിക്കുന്ന പ്രൊസസ്സറുകളാണ് ഇന്റൽ കോർ i3, കോർ i5, കോർ i7, AMD ക്വാഡ് കോർ തുടങ്ങിയവയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊസസ്സറുകൾ, ഇന്റൽ കോർ പ്രൊസസ്സറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം. i3 ഉണ്ട് കേട്ടോ, കോർ i3, കോർ i5, കോർ i7, അതുപോലെ തന്നെ AMD ക്വാഡ് കോർ തുടങ്ങിയവയാണ്. പിന്നെ CPU-നുള്ളിലെ സംഭരണ സ്ഥലങ്ങളാണ് രജിസ്റ്ററുകൾ. മറ്റ് മെമ്മറി ഭാഗങ്ങളെ വേഗത്തേക്കാൾ ഇതിലെ ഉള്ളടക്കത്തെ CPU-ന് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് പിന്നെ ബോക്സിൽ കിടക്കുന്നത് എല്ലാ കമ്പ്യൂട്ടറിലും ഒരു ക്ലോക്ക് ഉണ്ട് കേട്ടോ. എല്ലാ കമ്പ്യൂട്ടറുകളിലും ഒരു ക്ലോക്ക് ഉണ്ട്. അത് നിർദ്ദേശങ്ങൾ നിർവഹിക്കുന്ന നിരക്ക് ക്രമീകരിക്കുന്നു. ഓരോ നിർദ്ദേശവും നിർവഹിക്കാൻ CPU-ന് ഒരു നിശ്ചിത എണ്ണം ക്ലോക്ക് ടിക്കുകൾ വേണം. ക്ലോക്ക് ടിക്കുകൾ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് ആവൃത്തി എന്നാണ്, ആവശ്യമാണ്. ക്ലോക്കിൻ്റെ വേഗത കൂടുമ്പോൾ CPU-ന് ഒരു സെക്കൻഡിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. മറ്റൊരു ഘടകം ചിപ്പിൻ്റെ രൂപകൽപ്പനയാണ്. ഒരേ സമയം പ്രോസസ്സറിന് പ്രോസസ്സ് ചെയ്യുവാനും ബിറ്റുകളുടെ സംഖ്യയെ വേർഡ് സൈസ് എന്ന് വിളിക്കുന്നു കേട്ടോ. വിവിധ വേർഡ് സൈസിലുള്ള പ്രോസസ്സറുകൾ ഉപയോഗിക്കപ്പെടുന്നു. ഉദാഹരണം 8 നമ്മുടെ വിവിധ വേർഡ് സൈസുകളുള്ള പ്രോസസ്സർ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതായത് 8 ബിറ്റിൻ്റെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്, 16 ബിറ്റിൻ്റെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്, 32 ബിറ്റിൻ്റെ വേർഡ് പ്രോസസ്സർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 64 ബിറ്റിൻ്റെ പ്രോസസ്സർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കമ്പ്യൂട്ടറൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാലോ, പ്രോസസ്സർ 32 ബിറ്റിൻ്റെ പ്രോസസ്സറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, 64 ബിറ്റിൻ്റെ പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നതൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ട് 8, 16, 32, 64 കേട്ടോ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അക്യുമുലേറ്റർ. എന്താണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച ALU യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെ ഒരു ഭാഗമാണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് ലോജിക്കൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ സൂക്ഷിക്കാൻ ഈ രജിസ്റ്റർ ഉപയോഗിക്കുന്നു. ഇതിനെ രജിസ്റ്റർ A എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അക്യുമുലേറ്ററിനെ രജിസ്റ്റർ A എന്നും വിളിക്കാറുണ്ട്. അടുത്തത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ, കേട്ടോ. മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഡാറ്റ സംഭരിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ വീണ്ടെടുക്കപ്പെടേണ്ടത് ആ മെമ്മറി ലൊക്കേഷന്റെ വിലാസം സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ കേട്ടോ. അടുത്തത് മെമ്മറി ബഫർ രജിസ്റ്റർ, MBR, മെമ്മറി ബഫർ രജിസ്റ്റർ അഥവാ MBR എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി പ്രോസസ്സർ എടുക്കുന്നതോ പ്രോസസ്സിങ്ങിന് ശേഷം കൊടുക്കേണ്ടതോ ആയ ഡാറ്റ താൽക്കാലികമായി സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് മെമ്മറി ബഫർ രജിസ്റ്റർ കേട്ടോ. പിന്നെ അടുത്തത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, IR. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ആ പേര് തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ള അത് ബേസിക്കായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഏത് നിർദ്ദേശമാണ് പ്രോസസ്സർ നിർവഹിക്കേണ്ടത് ആ നിർദ്ദേശം സൂക്ഷിച്ചു വെക്കുന്ന രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ കേട്ടോ. അടുത്തത് പ്രോഗ്രാം കൗണ്ടർ, PC. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ്സർ അടുത്തതായി നിർവഹിക്കേണ്ട നിർദ്ദേശത്തിന്റെ മെമ്മറി വിലാസം സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അക്യുമുലേറ്ററൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. അടുത്തത് നമ്മുടെ മദർ ബോർഡ് അറിയാലോ. പ്രോസസ്സറിന് അതിനോട് അനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള വലിയ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. മദർ ബോർഡിൽ നമുക്ക് എന്തൊക്കെ വരാം? മെമ്മറിക്ക് വരാം, ഗ്രാഫിക്സ് കാർഡ് വരാം, സൗണ്ട് കാർഡ്, ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ മദർ ബോർഡ് എന്ന് പറയുന്നത്. അടുത്തത് പെരിഫറലുകളും പോർട്ടലുകളും എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഈ ബാക്ക് ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ലേ അത്? അതായത് ഇൻപുട്ട് ഉപകരണങ്ങൾ, ഔട്ട്പുട്ട് ഉപകരണങ്ങൾ, ബാഹ്യ സംഭരണ ഉപകരണങ്ങൾ, ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവ പെരിഫറലുകളുമായി ഉൾപ്പെടുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കുത്തുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഉപകരണങ്ങൾ മദർ ബോർഡുമായി ആശയവിനിമയം നടത്തുന്നത് VGA, PS2, അതുപോലെ തന്നെ USB, Ethernet, HDMI തുടങ്ങിയ പോർട്ടുകൾ വഴിയാണ് വരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ.
ഇനി അടുത്തത് മെമ്മറി. മെമ്മറി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റയോ നിർദ്ദേശങ്ങളോ ഫലങ്ങളോ താൽക്കാലികമായി സ്ഥിരമായി സൂക്ഷിക്കുന്ന പ്രൈമറി മെമ്മറി. അത് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ. ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിറ്റാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈനറി ഡിജിറ്റ് ഒരു ബിറ്റാണ്. അതുപോലെ തന്നെ ഒരു നിബിൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ബിറ്റാണ്. ഒരു ബൈറ്റ് എത്രയാണ്? 8 ബിറ്റ്സ് ആണ്. ഒരു KB കിലോ ബൈറ്റ്സ് എത്രയാണ്? 1024 ബൈറ്റ്സ് ആണ്. ഇതാണ് നമ്മുടെ LDC തിരുവനന്തപുരത്തിന് ചോദിച്ചത്. മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ് കേട്ടോ. MB, GB, TB, PB. അപ്പോൾ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഗാദി ബോർഡിനും ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു MB എന്ന് പറയുമ്പോൾ എന്താണ്? 1024 KB. നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കണം. ഒരു MB എന്ന് പറയുമ്പോൾ 1024 KB കിലോ ബൈറ്റ് ആണ്. അപ്പോൾ അടുത്തത് 1 GB. നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലൊക്കെ ഇത്ര GB ആയെന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ അതാണ് 1 GB. 1 GB എന്ന് പറയുമ്പോൾ എന്താണ്? 1024 MB. ഈ 1024 എന്നുള്ള നമ്പർ അങ്ങ് മനസ്സിലങ്ങ് ഇപ്പോഴേ കുറിച്ചിട്ടോ. ഒരു MB എന്താണ്? 1024 KB. ഒരു MB 1024 KB. 1 GB 1 GB എന്ന് പറയുമ്പോൾ 1024 MB മെഗാബൈറ്റ് കേട്ടോ. അത് 1 TB 1 TB എന്ന് പറയുമ്പോൾ എന്താണ്? 1 ടെറാബൈറ്റ് ആണ്. ടെറാബൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 1024 GB. 1024 GB വരുമ്പോഴാണ് ഒരു TB ആവുന്നത്. അതുപോലെ തന്നെ 1024 TB വരുമ്പോഴാണ് ഒരു PB ആവുന്നത്. PB എന്താണ്? പെറ്റാബൈറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെമ്മറി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് പഠിച്ചാണ് പ്രൈമറി സ്റ്റോറേജ്, പ്രാഥമിക മെമ്മറിയാണ്. പ്രാഥമിക മെമ്മറി നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞതാണ്. റാം, റോം, ക്യാഷ് മെമ്മറി എന്നിവയാണ്. എന്നാലും നമുക്ക് SCRT ടെസ്റ്റിലെ കാര്യങ്ങളൊന്നും നോക്കാം. റാം എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസ്സറിന് ഡാറ്റ സംഭരിക്കാനും തിരിച്ചയക്കാനും സാധിക്കുന്ന റാം എന്ന പ്രാഥമിക മെമ്മറി ഇതാണ് റാം കേട്ടോ. റാം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. റാം ഒരു അസ്ഥിര മെമ്മറിയാണ്, വോളറ്റൈൽ മെമ്മറിയാണ്. സംഭരണശേഷി സാധാരണ ജിഗാബൈറ്റിലാണ് പറയാറുള്ളത്. പിന്നെ റാമിൽ നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രമാത്രം വേഗത്തിൽ ഡാറ്റ മെമ്മറിയിൽ സംഭരിക്കുന്നു തിരിച്ചെടുക്കുന്നു എന്നതാണ് റാമിൻ്റെ വേഗത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അളക്കുന്നതിനുള്ള മെഗാ ഹെഡ്സിലാണ് കേട്ടോ. അപ്പോൾ റാമിൻ്റെ വേഗത അളക്കുന്നത് ഏതാണ്? MHz ആണ്. മെഗാ ഹെഡ്സിലാണ് വേഗത അളക്കുന്നത് കേട്ടോ. റാമിൻ്റെ വേഗത ഡാറ്റയുടെ സ്പീഡ് അളക്കുന്നത് മെഗാ ഹെഡ്സിലാണ്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലെ റാമിൽ താഴെ പറയുന്നവ ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും ഉണ്ടാകും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ. അപ്പോൾ നാളെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതായത് ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ റാമിൽ താഴെ പറയുന്നവയ്ക്ക് ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും, നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ ഉണ്ടായിരിക്കും. അടുത്ത നമ്മുടെ റീഡ് ഓൺലി മെമ്മറിയാണ് റോം എന്നത് സ്ഥിരമായ മെമ്മറിയാണ്. റാം അസ്ഥിര മെമ്മറിയും റോം എന്നത് സ്ഥിരമായ മെമ്മറിയാണ്. അതിൽ നിന്ന് ഡാറ്റ വീണ്ടെടുക്കുവാൻ മാത്രമേ കഴിയൂ. ഇതിൻ്റെ ഉള്ളടക്കം എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കില്ല. വൈദ്യുത ബന്ധം നിലച്ചാലും, അതായത് നമ്മൾ ഇതിലെ ഉള്ളടക്കം മാഞ്ഞു പോകാതെ നിലനിൽക്കുന്നു കേട്ടോ. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോവുകയാണെങ്കിലും അതിനകത്തിൽ അത് പോകാതെ തന്നെ, സ്റ്റോറേജ് പോകാതെ തന്നെ സൂക്ഷിക്കും കേട്ടോ. ബയോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക ബൂട്ട് ആപ്പ് പ്രോഗ്രാമിൽ അടങ്ങിയിരിക്കുന്നു കേട്ടോ. ബയോസ് എന്ന പേരിലുള്ള പ്രത്യേക ബൂട്ട് ആപ്പ് പ്രോഗ്രാമിൽ അടങ്ങിയിരിക്കുന്നു കേട്ടോ. പിന്നെ ഇതാണ് റോം എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് കാണാൻ വേണ്ടിയാണ്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴോ ബൂട്ട് ആപ്പ് ചെയ്യുമ്പോഴോ ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നു കേട്ടോ. പിന്നെ റോമിൻ്റെ ചില പരിഷ്കരിച്ച രൂപങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു കേട്ടോ. റോമിൻ്റെ പുതിയ പരിഷ്കരിച്ച രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി പ്രോം, ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യപ്പെടുന്ന മെമ്മറിയാണ് കേട്ടോ. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി പ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യപ്പെടുന്ന മെമ്മറിയാണ്. അതുപോലെ തന്നെ ഇറേസബിൾ പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറി EPROM, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി EPROM എന്താണ്? അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് വീണ്ടും എഴുതപ്പെടാൻ കഴിയുന്ന മെമ്മറിയാണ്. അപ്പോൾ EPROM എന്താണ്? ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. EPROM എന്താണ്? അതിൻ്റെ ഉപയോഗം എന്താണ്? അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് വീണ്ടും എഴുതപ്പെടാൻ കഴിയുന്ന മെമ്മറിയാണ്. അടുത്തത് ഇലക്ട്രിക്കൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അതായത് EEPROM കേട്ടോ. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും എഴുതപ്പെടാൻ കഴിയുന്ന മെമ്മറിയാണ് കേട്ടോ. അടുത്തത് പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇതാണ് ചോദിക്കുന്നത്. റാൻഡം ആക്സസ് റാമിൻ്റെ റീഡ് ഓൺലി മെമ്മറിയുടെ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. റാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് റോമിനേക്കാൾ വേഗത കൂടിയതാണ് കേട്ടോ. അപ്പോൾ റോമിന് വേഗത കുറവും റാമിന് വേഗത കൂടിയതുമാണ് കേട്ടോ. പിന്നെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇത് സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം ഇത് സൂക്ഷിക്കുന്നു. റോം കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം സൂക്ഷിക്കുന്നു കേട്ടോ. പിന്നെ റാം എന്താണ്? ഡാറ്റയുടെ സംഭരണവും വീണ്ടെടുക്കലും ഇത് അനുവദിക്കുന്നു. ഡാറ്റയുടെ സംഭരണവും വീണ്ടെടുക്കലും റാം അനുവദിക്കുന്നു. അതുപോലെ തന്നെ
സാധാരണയായി ഇതിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ റോമിൽ നിന്ന് കേട്ടോ. പിന്നെ റാം കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഇതിലെ ഉള്ളടക്കം നഷ്ടപ്പെടുന്നതിനാൽ ഇതൊരു അസ്ഥിര മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഇതിലെ ഉള്ളടക്കം നഷ്ടപ്പെടുന്നതിനാൽ ഇതൊരു അസ്ഥിര മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്, റാൻഡം ആക്സസ് മെമ്മറി. അതുപോലെ തന്നെ റോം എന്താണ്, കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ റോമിലെ ഉള്ളടക്കം നഷ്ടപ്പെടാത്തതിനാൽ ഇതൊരു സ്ഥിര മെമ്മറിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. പിന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ക്യാഷ് മെമ്മറിയാണ്. ക്യാഷ് മെമ്മറി സ്ഥിരമായിട്ട് LDC ഒക്കെ ചോദിക്കുന്നതാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്താണ്, പ്രൊസസ്സറിൻ്റെയും റാമിൻ്റെയും അഥവാ മെയിൻ മെമ്മറിയുടെയും ഇടയ്ക്കുള്ള ചെറുതും വേഗതയേറിയ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അപ്പം പ്രൊസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്കുള്ള ചെറുതും വേഗതയേറിയമായിട്ടുള്ള മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. കൂടെ ആവശ്യത്തിനായി വരുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും ഇടക്കാല ഫലങ്ങളും വേഗത്തിൽ എടുക്കുവാൻ വേണ്ടി ക്യാഷ് മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. പ്രൊസസ്സർ റാമിലെ ഒരു ലൊക്കേഷൻ സംഭരിക്കുകയും അതിൽ നിന്ന് തിരിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ ആദ്യം ക്യാഷ് മെമ്മറിയുടെ ഡാറ്റയുടെ ഒരു കോപ്പി ഉണ്ടോ എന്ന് പരിശോധിക്കും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ ക്യാഷ് മെമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ റാമിനേക്കാളും വിലയേറിയതാണ് ക്യാഷ് മെമ്മറി. CPU-ൻ്റെയും മദർ ബോർഡിൻ്റെയും ഉള്ളിലുള്ള ക്യാഷ് മെമ്മറി സിസ്റ്റത്തിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി സഹായിക്കുന്നു കേട്ടോ. പിന്നെ ദ്വിതീയ മെമ്മറി, സെക്കൻഡറി സ്റ്റോറേജ്, അതായത് എന്താണ് ഓക്സിലറി സ്റ്റോറേജ്. നമുക്ക് ദ്വിതീയ മെമ്മറി നമുക്കറിയാലോ. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് കാന്തിക സംഭരണ ഉപകരണങ്ങൾ, മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്. അതായത് കാന്തിക വസ്തുക്കൾ, പുതിയ പ്ലാസ്റ്റിക് ടേപ്പോ മെറ്റൽ ഓർ പ്ലാസ്റ്റിക് ഡിസ്കോ കാന്തികം ഉപയോഗിക്കുന്ന ഈ ഉപകരണങ്ങൾ ഡാറ്റ കാന്തികമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഡാറ്റ ഈ ഉപകരണങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്നത് റീഡ് ഓർ റൈറ്റ് ഹെഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ചില കാന്തിക സംഭരണങ്ങൾ തുടങ്ങിയവയാണ്. ഇത്രയേ ഉള്ളൂ. മാഗ്നറ്റിക് ടേപ്പുകൾ, ഹാർഡ് ഡിസ്കുകളൊക്കെ വരുന്നതാണ് കാന്തിക സംഭരണ ഉപകരണങ്ങളായിട്ട് വരുന്നത്. മാഗ്നറ്റിക് ടേപ്പുകൾ, ഹാർഡ് ഡിസ്കുകൾ കേട്ടോ. പിന്നെ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങൾ. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ്, CD, DVD, ബ്ലൂറേ കേട്ടോ. CD, DVD, ബ്ലൂറേ ഇങ്ങനെ അങ്ങ് കൊടുത്തു വെച്ചാൽ CD, DVD, ബ്ലൂറേ. പിന്നെ ഫ്ലാഷ് മെമ്മറിയാണ് അർദ്ധചാലിക സംഭരണി ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറിയൊക്കെ എന്തൊക്കെയാണ് വരുന്നത്, നമുക്ക് ചിത്രം കാണുമ്പോഴേ നമുക്കറിയാം. എന്താ, ഫ്ലാഷ് ഡ്രൈവുകൾ ഡാറ്റാ സംഭരണത്തിനായി EEPROM കേട്ടോ, ഇലക്ട്രിക്കലി ആണ്. അപ്പോൾ ഈ EEPROM ഉപയോഗിക്കുന്നു ചലനാത്മകമായ. പിന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം. USB ഫ്ലാഷ് മെമ്മറി കാർഡ് കണ്ടോ, ഇപ്പോൾ ചിത്രം കാണുമ്പോഴേ മെമ്മറി കാർഡ്, നമ്മുടെ പെൻഡ്രൈവ് മെമ്മറി കാർഡൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്കിനി ഇതിനകത്ത് പഠിക്കാനുള്ള കമ്പ്യൂട്ടർ മെമ്മറിയുടെ പ്രാധാന്യം. അപ്പോൾ വേഗത കണ്ടോ, കമ്പ്യൂട്ടർ മെമ്മറിയുടെ പ്രാധാന്യമാണ് സംഭരണം വേഗത, സംഭരണശേഷി ആനുപാതിക മൂലം അസ്ഥിരമായത് കേട്ടോ. അപ്പോൾ രജിസ്റ്ററുകൾ അതിവേഗം, സംഭരണശേഷി വളരെ കുറവ്, ആനുപാതിക മൂല്യം ഏറ്റവും കൂടുതൽ, അസ്ഥിരമായത് അതെ. അതുപോലെ തന്നെ ക്യാഷ് മെമ്മറി കൂടിയ വേഗം കുറവ്, സംഭരണശേഷി വളരെ കൂടുതൽ, ആനുപാതിക മൂലം അസ്ഥിരമായത് കേട്ടോ. അപ്പം ജസ്റ്റ് ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്, ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റുകൾ NCERT ടെസ്റ്റിൽ എടുത്ത് പറയുന്നുണ്ട്. അതിനകത്ത് കീബോർഡുണ്ട്. കീബോർഡിൻ്റെ കാര്യം ഞാൻ പറയാം, ഒരു മിനിറ്റ്. NCERT ടെസ്റ്റിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ കീബോർഡൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് പഠിച്ചിട്ടങ്ങ് പോകാം. കീബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻപുട്ട് യൂണിറ്റ് ആണെന്നറിയാലോ. ഉപഭോക്താവിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, സംഖ്യകൾ തുടങ്ങിയവ ടൈപ്പ് ചെയ്യുന്നത്, അതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നമ്മൾ അതിനകത്ത് കീബോർഡിൽ അനുസൃതമായ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ആസ്കി കോഡ് സൃഷ്ടിക്കുന്നു കേട്ടോ. ആസ്കി കോഡ് കേട്ടോ. അപ്പം നമ്മൾ അമർത്തുന്ന കീ തിരിച്ചറിഞ്ഞ് അതിന് അനുസൃതമായ കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന ആസ്കി കോഡ് സൃഷ്ടിക്കുന്നു. കേബിൾ ഉള്ളതും ഇല്ലാത്തതുമായ കീബോർഡുകൾ വിപണിയിൽ ലഭ്യമാണ്. പിന്നെ അടുത്തത് മൗസാണ്. മൗസ് അറിയാലോ, അതൊരു ഇൻപുട്ട് യൂണിറ്റ് ആണ്. മൗസ് ഇപ്പം പലതരത്തിലുണ്ടല്ലോ, ബാളുണ്ട്, ഒപ്റ്റിക്കലുണ്ട്, ലേസർ എന്നിവ കേബിൾ ഇല്ലാത്ത മൗസും ലഭ്യമാണ് കേട്ടോ. പിന്നെ ലൈറ്റ് പെൻ ഇത് ഇൻപുട്ട് യൂണിറ്റ് ആണ്. ലൈറ്റ് പെൻ എന്താണ്, പേനയുടെ ആകൃതിയിലുള്ള ഒരു പോയിന്റിംഗ് ഉപകരണമാണിത്. സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാൻ കഴിയുന്നു. എന്നാൽ ഇതിൻ്റെ മേന്മ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ രൂപകൽപ്പനയ്ക്ക്, ചിത്രരചനയ്ക്കും വേണ്ടി കലാകാരന്മാരും ഫാഷൻ ഡിസൈനർമാരും എഞ്ചിനീയർമാരും ഇത് ഉപയോഗിക്കുന്നു, ലൈറ്റ് പെൻ കേട്ടോ. പിന്നെ ടച്ച് സ്ക്രീൻ നമുക്കറിയാലോ, ടച്ചിൽ തൊട്ട് കണ്ടത്, ഇതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഗ്രാഫിക് ടാബ്ലറ്റ് അതൊക്കെ അറിയാലോ. പിന്നെ ജോയിസ്റ്റിക്ക് അറിയാലോ, നമ്മൾ ഗെയിമും കാര്യങ്ങളും ഒക്കെ ഇത് ചെയ്യാം. പിന്നെ നമുക്ക് മൈക്രോഫോൺ അറിയാമല്ലോ, അനലോഗ് രൂപത്തിലുള്ള ശബ്ദത്തെ ഇൻപുട്ടായി സ്വീകരിച്ച് അതിനെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്നതാണ് മൈക്രോഫോൺ കേട്ടോ. പിന്നെ സ്കാനർ എന്താണ്, അക്ഷര രൂപത്തിലോ ചിത്രത്തിലോ ഉള്ള വിവരങ്ങൾ ശേഖരിച്ച് അതിനെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്നു കേട്ടോ. അതിനകത്ത് ഗുണമേന്മയുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നതിനായി സ്കാനറിൻ്റെ റെസൊല്യൂഷൻ ആശ്രയിച്ചിരിക്കുന്നു. പരന്ന തലത്തിലുള്ള ഫ്ലാറ്റ് ബെഡ്, അതുപോലെ തന്നെ ഷീറ്റ് ഫീഡ്, അതുപോലെ തന്നെ കയ്യിൽ പിടിക്കാവുന്ന ഹാൻഡ് ഹെൽഡ് സ്കാനർ എന്നിവ വിവിധ തരത്തിലുള്ളതാണ്. പിന്നെ അതിനെ ടെക്സ്റ്റായി മാറ്റുന്ന ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു കേട്ടോ, OCR കേട്ടോ. OCR ഉപയോഗിച്ചാണ് നമ്മളിപ്പം കൊടുക്കുന്നൊരു എന്തോ ആണെങ്കിലും അത് സ്കാൻ ചെയ്ത്
കമ്പ്യൂട്ടറിലോട്ട് മാറ്റുന്നത് കേട്ടോ. പിന്നെ അടുത്തത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ കേട്ടോ, OMR ആണ്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്, അതും അറിയാലോ മാർക്ക് റീഡർ. പിന്നെ ബാർകോഡ് റീഡർ അതായത് ക്വിക്ക് റെസ്പോൺസ് ആണ്. QR കോഡിൻ്റെ അർത്ഥം എന്താണ്, ഫുൾ ഫോം ഒക്കെ ചെയ്യുക. QR കോഡിൻ്റെ അർത്ഥം എന്താണ്, ക്വിക്ക് റെസ്പോൺസ് ആണ്, ദ്രുത പ്രതികരണം എന്നാണ് QR കോഡ് റീഡർ കേട്ടോ. ബാർകോഡ് റീഡർ, QR കോഡ് റീഡർ ഒക്കെ അറിയാലോ, ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ QR കോഡ് സ്കാനർ, പിന്നെ ബയോമെട്രിക് സെൻസർ, സ്മാർട്ട് കാർഡ് റീഡർ, പിന്നെ ഡിജിറ്റൽ ക്യാമറ. ഇതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാം നിങ്ങൾക്കറിയാം. പിന്നെ ചില ഔട്ട്പുട്ട് ഉപകരണങ്ങളും അവയുടെ അതിന് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ LCD പ്രൊജക്ടർ, എടുത്ത് പറയണ്ടല്ലോ, LCD പ്രൊജക്ടർ. പിന്നെ പ്രിൻ്ററുകൾ 3 തരത്തിലുണ്ട്. പ്രിൻ്ററുകൾ കുറച്ച് 4 തരത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോ. പ്രിൻ്ററുകൾ ഡോട്ട് മെട്രിക് പ്രിൻ്റർ ഉണ്ട്, ഇഞ്ചക്ട് പ്രിൻ്റർ ഉണ്ട്, ലേസർ പ്രിൻ്റർ ഉണ്ട്, അതുപോലെ തന്നെ തെർമൽ പ്രിൻ്റർ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പ്ലോട്ടർ അറിയാലോ, അത് ഗ്രാഫിൻ്റെയും രൂപകൽപ്പന ചെയ്ത ഹാർഡ് കോപ്പിയൊക്കെ നിർമ്മിക്കാനാണ് പ്ലോട്ടർ ഉപയോഗിക്കുന്നത്. പിന്നെ 3D പ്രിൻ്റർ, ഓഡിയോ ഔട്ട്പുട്ട് യൂണിറ്റ്, നമ്മുടെ ഈ സ്പീക്കറൊക്കെ. പിന്നെ നമുക്ക് ഇതിനകത്തൊരു ഇത് തന്നിട്ടുണ്ട്, എന്താണ് പ്രിൻ്റർ സവിശേഷതകൾ. ലേസർ പ്രിൻ്ററുകൾ, ഇങ്കറ്റ് പ്രിൻ്ററുകൾ, തെർമൽ പ്രിൻ്ററുകൾ, അതുപോലെ ഡോട്ട് മെട്രിക് പ്രിൻ്ററുകൾ. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുവൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലേസർ എന്താണ്, പൊടി രൂപത്തിലുള്ള മഷിയാണ് ലേസർ പ്രിൻ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇഞ്ചക്ട് പ്രിൻ്ററുകൾ ഉപയോഗിക്കുന്നത് ദ്രവരൂപത്തിലുള്ള മഷിയാണ്. അതുപോലെ തന്നെ തെർമൽ ഉപയോഗിക്കുന്നത് ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറാണ്. തെർമലിന് കേൾക്കുമ്പോഴേ ഹീറ്റ് നിങ്ങൾ ഓർത്ത് വെച്ചോ, ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറാണ്. പിന്നെ ഡോട്ട് മെട്രിക്കിൽ ഉപയോഗിക്കുന്നത് മഷി പുരട്ടിയ റിബണാണ്. ഉപയോഗിക്കുന്നത്. ലേസർ പ്രിൻ്ററുകളിൽ പേപ്പർ ചൂടാക്കി അതിൽ പൗഡർ ഒഴിക്കുന്നു. ജസ്റ്റ് നോക്കിയത്. പിന്നെ അത്രയും ഡീപ്പായിട്ടൊന്നും ചോദിക്കത്തില്ല, ഡെപ്തായിട്ട് ചോദിക്കത്തില്ല. എന്നാലും അടുത്ത ഈ ടോപ്പിക്കിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഹരിത കമ്പ്യൂട്ടറിങ്. സോഫ്റ്റ്വെയർ ചോദിക്കാവേ. സോഫ്റ്റ്വെയർ 2 തരത്തിലുള്ളത് നമുക്കറിയാലോ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട് കേട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഘടകങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഭാഷാ പ്രോസസ്സറുകളുണ്ട്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉപഭോക്താവിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ബന്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമിങ്ങളെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാന ധർമ്മങ്ങളാണ് പ്രോസസ്സ് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം. പ്രോസസ്സ് കൈകാര്യം ചെയ്യുക, മെമ്മറി കൈകാര്യം ചെയ്യുക, ഫയൽ കൈകാര്യം ചെയ്യുക, ഡിവൈസ് കൈകാര്യം ചെയ്യുക കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞ അടുത്ത സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഭാഷാ പ്രോസസ്സറുകൾ, ലാംഗ്വേജ് പ്രോസസ്സറുകൾ. അത് മനുഷ്യർ തമ്മിൽ ആശയവിനിമയം നടത്താൻ ഭാഷ ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറുമായി ആശയവിനിമയം നടത്താൻ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഒരു ഭാഷ ഉപഭോക്താവിന് ആവശ്യമായി വരുന്നു. അതാണ് ഭാഷാ പ്രോസസ്സറുകൾ. കമ്പ്യൂട്ടർ ഭാഷകളെ ഉയർന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ, അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നും, താഴ്ന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ ലോ ലെവൽ ലാംഗ്വേജ് എന്നും 2 തരത്തിലായി തരംതിരിച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ ഓരോ കമ്പ്യൂട്ടറിൻ്റെ രൂപകൽപ്പന വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഓരോ കമ്പ്യൂട്ടറിനും പ്രത്യേക താഴ്ന്ന തലത്തിലുള്ള യന്ത്രഭാഷ ഉപയോഗിക്കുന്നു. മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും വിവിധ താഴ്ന്ന തരത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷകളാണ് കേട്ടോ. മെഷീൻ ലാംഗ്വേജ് അഥവാ യന്ത്രഭാഷ എന്ന് പറയുന്നത് പ്രത്യേകതരം സൂചനകൾ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. 1, 0 എന്നീ ബൈനറി സംഖ്യകളുടെ പ്രതിനിധീകരിക്കുകയും പ്രത്യേക അടയാളങ്ങൾ മാത്രമേ കമ്പ്യൂട്ടറിനെ മനസ്സിലാകത്തുള്ളൂ, അതറിയാലോ. പിന്നെ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിംഗ് ഭാഷയാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഉയർന്ന തലത്തിലുള്ള ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. ഈ ഭാഷകൾ ഇംഗ്ലീഷ് ഭാഷയെ പോലെ, അസംബ്ലി ഭാഷയെ പോലെ, യന്ത്രഭാഷയെ പോലെയും ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതും ആണ്. ഉയർന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷകൾ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഉയർന്ന തലത്തിലുള്ള ഭാഷകൾ എഴുതിയിരിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ അതിന് തുല്യമായ യന്ത്രഭാഷയിലേക്ക് മാറ്റുന്നു. ഇത്തരം ഭാഷകളെ തർജ്ജമ ചെയ്യുന്നതിനായി ഒരു ഭാഷാ വിവർത്തകനെ, കമ്പൈലറോ ഇന്റർപ്രറ്ററോ ആവശ്യമായി വരുന്നു. ബേസിക്, C++, ജാവ എന്നിവ ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമിംഗ് ഭാഷകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാം ഹൈ ലെവൽ ലാംഗ്വേജിന് ഉദാഹരണമായിട്ടുള്ള ഭാഷകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ബേസിക് വരും, C വരും, C++ വരും, ജാവ വരും കേട്ടോ. പിന്നെ ഇതിവിടെ പഠിച്ചു ഇത് ചോദിക്കാം. ഭാഷാ പ്രോസസ്സിൻ്റെ ആവശ്യകത എന്താണ്? ടൈപ്പ് ഓഫ് ഭാഷാ പ്രോസസ്സർ, വിവിധ തരത്തിലുള്ള
ഭാഷാ പ്രോസസ്സറുകൾ ഏതൊക്കെയാണ്? ഒന്ന് അസംബ്ലറാണ്. അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്ര ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നതിന് അസംബ്ലർ എന്നറിയപ്പെടുന്ന ഒരു വിവർത്തൻ്റെ ആവശ്യമായിട്ട് വരുന്നു കേട്ടോ. അതായത് കമ്പ്യൂട്ടറിന് യന്ത്ര കോഡ് നിർദ്ദേശം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അസംബ്ലർ യന്ത്രാധിഷ്ഠിതമാണ് കേട്ടോ. പിന്നെ ഇന്റർപ്രറ്റർ ആണ്. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ഉയർന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളെ വരിവരിയായി കേട്ടോ. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളെ വരിവരിയായി യാന്ത്രിക ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സറാണ് ഇന്റർപ്രറ്റർ. ഏതെങ്കിലും ഒരു വരിയിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റുകൾ വെളിപ്പെടുത്തുകയും പ്രവർത്തനം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. തെറ്റ് തിരുത്തിയതിനു ശേഷം മാത്രമേ വിവർത്തനം തുടരുകയുള്ളൂ കേട്ടോ. ബേസിക് ഒരു ഇന്റർപ്രറ്റർ ഭാഷയാണ് കേട്ടോ. അപ്പോൾ ഇന്റർപ്രറ്റർ ഭാഷ ഏതാണ്? ബേസിക് കേട്ടോ. അടുത്തത് കമ്പൈലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സറാണ് കമ്പൈലറുകൾ എന്ന് പറയുന്നത്. കമ്പൈലറുകൾക്ക് ഉദാഹരണമാണ് കമ്പൈലറായി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഭാഷകളാണ് CA, C++, പാസ്കൽ എന്നിവ കേട്ടോ. CA, C++, പാസ്കൽ എന്നിവ കണ്ടോ. അസംബ്ലി ഭാഷ അസംബ്ലർ കണ്ടോ. യന്ത്രഭാഷ കമ്പൈലർ, ഇന്റർപ്രറ്റർ കണ്ടോ. പിന്നെ അടുത്ത നമ്മൾ യൂട്ടിലിറ്റി, പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് വിട്ടുപോയില്ലേ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പതിവ് ജോലികളും സിസ്റ്റം പരിപാലനം നിർവഹിക്കാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചത് ജസ്റ്റ് ഒന്ന്. കംപ്രഷൻ ടൂൾസ് എന്താണ്? വലിയ ഫയലുകളെ ചുരുങ്ങിയ സംഭരണ സ്ഥലങ്ങളിലേക്ക് ചുരുക്കുക എന്നതാണ് കംപ്രഷൻ ടൂൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് വിൻസിപ്പ്, വിൻറാർ. കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും വിൻസിപ്പ്, വിൻറാർ. പിന്നെ ഡിസ്ക് ഡീഫ്രാമേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകളെ പുനർക്രമീകരണം ചെയ്യുന്ന പ്രോഗ്രാമുകളുടെ ഡിസ്ക് ഡീഫ്രാമേറ്റർ എന്നാണ് പറയുന്നത്. പിന്നെ ബാക്കപ്പ് സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ കേട്ടോ. അപ്പോൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്താണെന്ന് അറിയില്ല. കമ്പ്യൂട്ടറിലെ വൈറസിൽ നിന്നൊക്കെ പ്രതിരോധിക്കുന്നതാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. പ്രധാനപ്പെട്ട ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുടെ പേരുകൾ ഓർത്തു വെച്ച പരീക്ഷയ്ക്ക് ചോദിക്കും. നോർട്ടൺ ആൻറ്റിവൈറസ്, കാസ്പേഴ്സി, AVG എന്നിവയാണ് പ്രധാന ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർക്ക് ഉദാഹരണങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? നോർട്ടൺ ആൻറ്റിവൈറസ്, കാസ്പേഴ്സ്കി, അതുപോലെ തന്നെ AVG കേട്ടോ. പിന്നെ ഇനി നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർക്ക് ഉദാഹരണം ഏതാണ്? ജിംബ്, പേറോൾ സിസ്റ്റം, എയർലൈൻ റിസർവേഷൻ സിസ്റ്റം, ടാലി എന്നിവയൊക്കെയാണ്. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഡോക്യുമെന്റ്, നമ്മൾ കുറച്ചു മുമ്പ് ഒരു LDC ട്രിവാൻഡ്രത്ത് ചോദിച്ചില്ലേ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? അപ്പോൾ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്താണ്? ഡോക്യുമെന്റുകൾ നിർമ്മിക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസ്സിംഗ്. വളരെ എളുപ്പത്തിൽ ലിഖിതമുള്ള രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കാനും പ്രിന്റ് എടുക്കാനും ഇത് ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പോൾ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ LD ട്രിവാൻഡ്രത്തിന് ചോദിച്ചാണ്. MS വേർഡ്, ഓപ്പൺ ഓഫീസ് റൈറ്റർ, ആപ്പിൾ ഐ വർക്ക് പേജസുകൾ. അപ്പം വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? MS വേർഡ്, ഓപ്പൺ ഓഫീസ് റൈറ്റർ, ആപ്പിൾ ഐ വർക്ക് പേജസ് കേട്ടോ. അടുത്ത സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് എന്താണ്? സ്പ്രെഡ്ഷീറ്റ് നമുക്കറിയാം പട്ടിക രൂപത്തിലുള്ള ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കണക്കുകൂട്ടലുകൾ എളുപ്പത്തിൽ നടത്താൻ സാധിക്കുന്നതാണ് സ്പ്രെഡ്ഷീറ്റ്. അതിൻ്റെ ഉദാഹരണം പറയുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത് MS Excel, ഓപ്പൺ ഓഫീസ് കാൽക്ക്, ലോട്ടസ് 1, 2, 3, ആപ്പിൾ ഐ വർക്ക് നമ്പേഴ്സ്. എക്സലിനൊക്കെ കേട്ടില്ലേ? എക്സലൊക്കെ കണക്കൂട്ടാനല്ലേ നമ്മൾ പട്ടിക പോലെ? അതാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അടുത്തത് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ നമുക്കറിയാം. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, ഓപ്പൺ ഓഫീസ് ഇംപ്രസ്, ആപ്പിൾ ഐവർ കീനോട്ട്. ഇതെല്ലാം മൂന്ന് കമ്പനിയുടെയാണ് കേട്ടോ. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ് പ്രസന്റേഷൻ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, ഓപ്പൺ ഓഫീസ് ഇംപ്രസ്, ആപ്പിൾ ഐവർക്ക് കീനോട്ട് കേട്ടോ. എന്നിവയാണ് യൂസ് ചെയ്യുന്ന പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ പ്രധാനപ്പെട്ട. അടുത്തത് ഡാറ്റാബേസ് സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. മൈക്രോസോഫ്റ്റ് ആക്സസ്, ഒറാക്കിള്, പോസ്റ്റ് ഗ്രേസ് SQL, അതുപോലെ തന്നെ MySQL എന്നിവയാണ് ഉദാഹരണങ്ങളായിട്ട് വരുന്നത് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ. ഉദാഹരണങ്ങളാണ് നമ്മൾ LD ലെവലിൽ പഠിച്ചു വെക്കേണ്ടതായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറിലാണ് ഉദാഹരണങ്ങളായിട്ട് വരുന്നത് VLC പ്ലെയർ. നമ്മൾ സിനിമയൊക്കെ കമ്പ്യൂട്ടർ കാണുന്നവർക്കറിയാം VLC പ്ലെയർ. അതുപോലെ തന്നെ അഡോബ് ഫ്ലാഷ്, റിയൽ പ്ലെയർ, മീഡിയ പ്ലെയർ കേട്ടോ. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. പിന്നെ പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ ആണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയറുകൾ. അതെ, സ്പെസിഫിക് ആളുടെ സോഫ്റ്റ്വെയർ ആണ് പേറോൾ സിസ്റ്റം. ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ വേതനത്തെക്കുറിച്ചും മറ്റെല്ലാ വിവരങ്ങളെക്കുറിച്ചും വിശദമായി പരിപാലിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് പേറോൾ സിസ്റ്റം.
കേട്ടോ. പിന്നെ ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം, ഒരു വ്യാപാരത്തിലെ ആസ്തി വിവര പട്ടികകൾ, ഓർഡറുകൾ, വിതരണം എന്നിവയെ വേണ്ട വിധം പരിപാലിക്കുന്നു. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം, ഒരു സ്ഥാപനത്തിലെ മനുഷ്യ വിഭവങ്ങളെ വേണ്ട വിധം പരിപാലിക്കുന്നു കേട്ടോ. പിന്നെ നമുക്കിനി സ്വതന്ത്ര ഓപ്പൺ സോഫ്റ്റ്വെയർ ആണ്, ഫ്രീ സോഫ്റ്റ്വെയർസ് ആണ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർസ്, സ്വതന്ത്ര ഓപ്പൺ സോഫ്റ്റ്വെയർസ്. അതിൽ വരുന്നതാണ് ലിനക്സ് കേട്ടോ. ലിനക്സ് അറിയാലോ, സ്വതന്ത്ര ഓപ്പൺ സോഫ്റ്റ്വെയർ ആണ് ലിനക്സ് കേട്ടോ. പിന്നെ ജിംബ് എന്താണ്? GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാമാണ് ജിംബ് എന്ന് പറയുന്നത്. ചിത്രങ്ങളെ ചിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജിംബ് കേട്ടോ. ചിത്രങ്ങൾ നിർമ്മിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാനും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു കേട്ടോ, ജിംബ്. പിന്നെ മോസില്ല ഫയർഫോഴ്സ് എന്താണ്? മോസില്ല കോർപ്പറേഷൻ നിർമ്മിച്ച വളരെ പ്രശസ്തമായ വെബ് ബ്രൗസറാണ് മോസില്ല ഫയർഫോഴ്സ്. അപ്പം മെയിനായിട്ടുള്ള വെബ് ബ്രൗസറും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് പോകണേ. പിന്നെ ഓഫീസ് നമ്മുടെ ഇതിന് മുമ്പത്തെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളുടെ ഒരു റിവിഷൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വെബ് ബ്രൗസർ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്, നമ്മൾ NCERT ടെസ്റ്റ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഓപ്പൺ ഓഫീസ് ORG എന്താണ്? പിന്നെ ഫ്രീ വെയറും ഷെയർ വെയറും അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതൊന്നും ജസ്റ്റ് നോക്കണം വേണ്ട. ഹ്യൂമൻ വെയറും ജോലികളും കേട്ടോ. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ ജോലി എന്താണ്? കമ്പ്യൂട്ടർ സിസ്റ്റത്തെ സെർവറിനെ പരിപാലിക്കുക, ക്രമീകരണം നടത്തുക, വിശ്വസനീയമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക, പ്രത്യേകിച്ച് സെർവറുകളെ ഒന്നിൽ കൂടുതൽ ഉപഭോക്താക്കൾക്കുള്ള കമ്പ്യൂട്ടറുമായി പരിപാലനം ചെയ്യുക. ഇതൊരു ബോക്സിൽ നിന്നുകൊണ്ടാണ് നമുക്ക് നോക്കേണ്ടത്. അടുത്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്താണ്? ഇപ്പോൾ അടുത്ത തീർന്നില്ല കേട്ടോ. തീർന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇത്രയുമാണ് കാര്യങ്ങൾ നോക്കേണ്ടത്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ചാപ്റ്റർ ഉണ്ട് NCERT +1 തന്നെയുള്ള കമ്പ്യൂട്ടർ ശൃംഖലകൾ എന്നുള്ള, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നുള്ള. ഇതുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ 2 ചാപ്റ്ററുമാണ് നമ്മുടെ LDയുടെ സിലബസിൽ വരുന്നത്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളുടെ. ഒരു മിനിറ്റ്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളുടെ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ലോങ് ക്ലാസ് ആണ്, നിങ്ങൾ മൊത്തം ഇത് കണ്ടോണേ, നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതാണ്. ഫസ്റ്റ് നമുക്കറിയാം കമ്പ്യൂട്ടർ ശൃംഖല സ്ഥിരമായിട്ട് PSC ചെയ്യുന്നതിന് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിനിമയ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകളുടെയും മറ്റു കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഉപകരണങ്ങളുടെയും ആണ് കേട്ടോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം കമ്പ്യൂട്ടർ നെറ്റുകളുടെ ഉപയോഗം എന്തൊക്കെയാണ്? വിഭവം പങ്കുവെക്കൽ, വിലപ്രകടന അനുപാതം, വിവരവിനിമയം, അതായത് കമ്മ്യൂണിക്കേഷൻ, വിശ്വസ്തത, റിലയബിലിറ്റി, അതുപോലെ തന്നെ വിപുലീകരിക്കാനുള്ള സാധ്യത, സ്കേലബിലിറ്റി. ഇതിനകത്ത് ഇനി പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പോയിന്റ് മാത്രം നോക്കിപ്പോവാം. എല്ലാം വലിച്ചു വാരി പഠിക്കേണ്ടതായിട്ടില്ല. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം നമുക്ക് നോക്കാം. ബ്ലൂടൂത്ത് ഒക്കെ അറിയില്ലേ? ബ്ലൂടൂത്ത്, വൈഫൈ, ഇത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ, പരീക്ഷ ചോദിക്കുന്നതാണ്. ഒരു മിനിറ്റ്. ഡാറ്റ വിനിമയ ഉപകരണങ്ങൾ, അതായത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് കേട്ടോ. ഫസ്റ്റ് തന്നെ വരുന്നത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ശൃംഖലയും ഒരു കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കാൻ വിവരവിനിമയം നടത്തുവാനും പ്രാപ്തമാക്കുന്ന ഉപകരണമാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡുകൾ കേട്ടോ. പിന്നെ ഇതിനകത്ത് തന്നെ ഹബ്ബ് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഹബ്ബ് എന്താണ്? ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ് കേട്ടോ. അപ്പോൾ എന്താണ്? ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയത്തില്ലേ, ഇതാണ് ഹബ്ബ് കേട്ടോ. അതായത് നമ്മൾ പല വയറുകളെ തമ്മിൽ ഇത് കണക്ട് ചെയ്യുമ്പോഴല്ലേ ഒരു ഹബ്ബ് പോലെ ഇത് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ ഹബ്ബ് കേട്ടോ. കമ്പ്യൂട്ടറുകളെ ഹബ്ബിലെ പോർട്ട് വഴി ഏതർനെറ്റ് കേബിൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു. ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങളെ പകർപ്പുകൾ പ്രസ്തുത ഉപയോഗിച്ച് റെഡിയാക്കുന്നു കേട്ടോ. അപ്പോൾ ഹബ്ബ് എന്താണെന്ന് നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കണം. ഹബ്ബ് കേട്ടോ. ഹബ്ബ് എന്താണ്? ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ് കേട്ടോ. ചെറുതും ലളിതവും നിഷ്ക്രിയമായും വില കുറഞ്ഞതുമാണ് ഇത് കേട്ടോ, ഈ ഉപകരണം കേട്ടോ. പിന്നെ ഹബ്ബ് അതുപോലെ തന്നെ ഹബ്ബിൻ്റെ പോരായ്മകളോടൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. മറ്റ് കമ്പ്യൂട്ടറുകൾ അത് തിരസ്കരിക്കും. കമ്പ്യൂട്ടർ ശൃംഖലയിലെ എല്ലാ ഉപകരണങ്ങളും എല്ലാ ഡാറ്റയും അയക്കുന്നതിനാൽ ശൃംഖല തിരക്കേറിയതായി തീരുകയും ഡാറ്റ
കൈമാറാനുള്ള ബാൻഡ് വിടുത്ത് കുറയുകയും ചെയ്യുന്നു എന്നാണ് ഹബിന്റെ പ്രധാന പോരായ്മയായിട്ട് വരുന്നത്. അടുത്ത നമ്മുടെ സ്വിച്ചാണ്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല സ്വീകരിക്കുവാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോട് കൂടിയുള്ള ഉപകരണമാണ് സ്വിച്ച്. അപ്പോൾ സ്വിച്ച് എന്താണ്? നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപീകരിക്കുവാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോട് കൂടിയുള്ള ഉപകരണമാണ് സ്വിച്ച് കേട്ടോ. ഹബിനേക്കാൾ ഉയർന്ന പ്രവൃത്തിശേഷിയുള്ള ഉപകരണമാണ് സ്വിച്ച് കേട്ടോ. അപ്പോൾ ഹബിനേക്കാൾ ഉയർന്ന പ്രവർത്തനശേഷിയുള്ള ഉപകരണമാണ് സ്വിച്ച് ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ റിപ്പീറ്ററാണ്. റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന വൈദ്യുത കാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണമാണ് റിപ്പീറ്റർ കേട്ടോ. പിന്നെ ബ്രിഡ്ജ് എന്താണ്? ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളായി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ എന്താണ് ബ്രിഡ്ജ്? എന്താണ്? ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളായി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നതാണ് രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഒരു ബ്രിഡ്ജ്. അപ്പോൾ ഇപ്പം ഉദാഹരണം പറയുകയാണ്, ഇതൊരു വേറെ ജില്ലയിൽ നിൽക്കുന്ന ഒരു സ്ഥലവും ഇത് അപ്പുറത്ത് വേറൊരു ജില്ലയിൽ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളല്ലേ, അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതല്ലേ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഇവിടെ ഓർത്ത് വെച്ചോ, ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിലെ പല വിഭാഗങ്ങളായി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് കേട്ടോ. നിലവിലുള്ള ശൃംഖലയെ പല വിഭാഗങ്ങളായി തരംതിരിക്കുകയും ഇവ ബ്രിഡ്ജ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശൃംഖലയിലുള്ള ട്രാഫിക് കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നു. ഒരു ബ്രിഡ്ജിൽ ഡാറ്റ പാക്കറ്റുകൾ എത്തുമ്പോൾ അതിലെ മേൽവിലാസം പരിശോധിച്ച് ബ്രിഡ്ജിന്റെ ഏത് ഭാഗത്തെ ഇവ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുന്നു കേട്ടോ. ഇതാണ് ബ്രിഡ്ജ് കണ്ടോ. ഫോട്ടോ സഹിതമാകുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കുമല്ലോ. കമ്പ്യൂട്ടറുകളെ കേബിൾ ഉപയോഗിച്ച് സ്വിച്ചിലേക്ക് ബന്ധിപ്പിക്കുന്നു കേട്ടോ. കമ്പ്യൂട്ടറുകളെ കേബിൾ ഉപയോഗിച്ച് സ്വിച്ചിലേക്ക് ബന്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ബ്രിഡ്ജ് കണ്ടോ. നെറ്റ്വർക്ക് ബ്രിഡ്ജ് വെച്ച് വയർലെസ് ആക്സസ് പോയിന്റിലോട്ട് കൊടുത്തു വിടുന്നു കേട്ടോ. ഇതാണ് സംഭവം. പിന്നെ അടുത്തത് റൂട്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലെയുള്ള പെരുമാറ്റ ചട്ടങ്ങളും ഉള്ളതുമായ രണ്ട് ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. അപ്പോൾ റൂട്ടർ എന്താണ്? ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലുള്ള പെരുമാറ്റ ചട്ടങ്ങൾ ഉള്ളതുമായ രണ്ട് ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് റൂട്ടർ കേട്ടോ. ഇന്റർനെറ്റ് DSL മോഡം വരുന്നു. ഇത് റൂട്ടർ ഉണ്ട്. റൂട്ടർ വെച്ച് നെറ്റ്വർക്ക് സ്വിച്ച് കണ്ടോ. ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ തരത്തിലുള്ള പ്രോട്ടോകോൾ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഗേറ്റ്വേ ഉപയോഗിക്കുന്നു. അപ്പോൾ ഗേറ്റ്വേ എന്താണ്? വിവിധ തരത്തിലുള്ള പ്രോട്ടോകോളുകളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കുവാൻ ഗേറ്റ്വേ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് ഗേറ്റ്വേ കണ്ടോ. ഇന്റർനെറ്റ് ISP1 ISP2 കണ്ടോ. വിവിധ തരത്തിലുള്ള പ്രോട്ടോകോളുകളെ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഗേറ്റ്വേ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം തമ്മിലൊന്ന് ബന്ധിപ്പിക്കുവാനാണ് വിവിധ തരത്തിലുള്ള പ്രോട്ടോകോൾ കണ്ടോ. ISP1 ISP2 ISP3 വിവിധ തരത്തിലുള്ള പ്രോട്ടോകോളുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ, പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനാണ് ഗേറ്റ്വേ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഡാറ്റ ടെർമിനൽ ഉപകരണങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടറിലേക്കും പുറത്തേക്കുമുള്ള ഡാറ്റകളെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഉപകരണങ്ങളാണ് ഡാറ്റ ടെർമിനൽ ഉപകരണങ്ങളായിട്ട് വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തുന്നത്. പിന്നെ മോഡം അറിയാമല്ലോ നമുക്ക്. ടെലിഫോൺ ലൈൻ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിനിമയം നടത്തുവാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. മോഡത്തിൻ്റെ ഫുൾ ഫോം എന്താണ്? ഡീമോഡുലേറ്റർ എന്നാണ്. ഡീമോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്ക പേരാണ് മോഡം എന്ന് പറയുന്നത്. അപ്പോൾ മോഡത്തിൻ്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാം. മോഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീമോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്കമാണ് മോഡം എന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഡിജിറ്റൽ സിഗ്നലിനെ ടെലിഫോൺ ലൈനിലൂടെ കടന്നു പോകാനുള്ള അനലോഗ് സിഗ്നലാക്കി മാറ്റുന്നു മോഡൽ കേട്ടോ. അതാണ് മോഡുലേഷൻ. അതോടൊപ്പം തന്നെ ടെലിഫോൺ ലൈനിൽ വരുന്ന അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായി പരിവർത്തനം ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് നൽകുന്നത്. അതാണ് ഡീമോഡുലേഷൻ. ജസ്റ്റ് എന്ന് അറിഞ്ഞാൽ മതി. പിന്നെ മോഡത്തിൻ്റെ വേഗത അളക്കുന്നത് എങ്ങനെയാണ്? ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. മോഡത്തിൻ്റെ വേഗത അളക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡത്തിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് എന്താണ്? ബിറ്റ്സ് പെർ സെക്കൻഡ് കേട്ടോ. ബിറ്റ്സ് പെർ സെക്കൻഡ്. മോഡം എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇനി നെറ്റ്വർക്ക് ടോപ്പോളജികൾ. ഇതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. നെറ്റ്വർക്ക് ടോപ്പോളജികൾ. ബസ് ടോപ്പോളജി എന്താണ്? ബസ് ടോപ്പോളജിയിൽ ഒരു പ്രധാന കേബിൾ ആയ ബസ്സിലേക്ക് നോഡുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ബസ് ടോപ്പോളജി എന്താണ്? പ്രധാന കേബിൾ ആയ ബസ്സിലേക്ക് നോഡുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതുപോലെ. ഇതാണ് ബസ് ടോപ്പോളജി കേട്ടോ. പിന്നെ ബസ് ടോപ്പോളജിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കി വെച്ചോ. അനായാസമായി സ്ഥാപിക്കുക. ഇവ നിർമ്മിക്കുവാൻ വളരെ കുറച്ച് കേബിളുകൾ ഉപയോഗിക്കുന്നതിനാൽ ചെലവ് കുറവാണ്. ഒരു നോഡിൻ്റെ തകരാർ ശൃംഖലയെ ബാധിക്കുന്നില്ല. ബസ്സിൻ്റെയോ ടെർമിനേറ്ററിൻ്റെയോ തകരാറ് ശൃംഖലയെ മൊത്തമായി ബാധിക്കുന്നു. തകരാറ് കണ്ടെത്തുക എന്നതാണ് ശ്രമകരമാണ്. ഒരു നോഡിന് മാത്രമേ ഒരു സമയത്ത് ഡാറ്റ അയക്കുവാൻ സാധിക്കുകയുള്ളൂ. അടുത്ത സ്റ്റാർ ടോപ്പോളജി കണ്ടോ. സ്റ്റാർ ടോപ്പോളജിയുടെ അറിയാലോ.
സ്റ്റാർ പോലെ വെച്ചിരിക്കുന്നത്. സ്റ്റാർ ടോപ്പോളജിയുടെ സവിശേഷത ബസ് ടോപ്പോളജിയെ അപേക്ഷിച്ച് പ്രായോഗിക ക്ഷമത കൂടുതലാണ്, അനായാസമായി സ്ഥാപിക്കാം, തകരാറുകൾ കണ്ടെത്താൻ എളുപ്പമാണ്. പിന്നെ കേന്ദ്രസ്ഥാനത്തുള്ള ഹബ്ബ് ഓർ സ്വിച്ചിൻ്റെയും ബന്ധിപ്പിക്കാൻ കഴിവനുസരിച്ച് ശൃംഖലയിലെ നോഡുകളെ കൂട്ടിച്ചേർത്ത് ശൃംഖല വിപുലീകരിക്കാം കേട്ടോ. പിന്നെ റിംഗ് ടോപ്പോളജി ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, അതറിയാമല്ലോ മെഷ് ടോപ്പോളജി. പിന്നെ വിവിധതരം ശൃംഖലകൾ, ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വിവിധതരം നെറ്റ്വർക്ക്. പാൻ എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ് പാൻ. ലാൻ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മാൻ എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. വാൻ എന്താണ്? വേൾഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കിപ്പോൾ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഒരു വ്യക്തിയുടെ പരിധിയിലുള്ള വിനിമയ ഉപകരണങ്ങൾ, അതായത് കമ്പ്യൂട്ടർ ആവാം, മൊബൈൽ ആവാം, ടാബ്ലറ്റ് ആവാം, പ്രിൻ്റർ ആവാം, ഈ ശൃംഖലയാണ് പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പരിധിയിലുള്ള വിനിമയ ഉപകരണങ്ങളുടെ ശൃംഖലയാണ് പാൻ എന്ന് പറയുന്നത്. ഏതാനും മീറ്റർ വൃത്തപരിധിക്കുള്ളിൽ ഇവ വ്യാപിച്ച് കിടക്കുന്നു. ഒരു പാട്ട് ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്കോ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് MP3യിലേക്കോ അയക്കുവാൻ നാം പാൻ ശൃംഖല ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പാൻ ശൃംഖല ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അത് പാൻ എന്താണെന്നപ്പോൾ മനസ്സിലായല്ലോ. അടുത്തത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ കേട്ടോ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു ലാൻ ശൃംഖലയിലെ വിവരവിനിമയത്തിന് കമ്പ്യൂട്ടിങ്ങിനുമുള്ള ഉപകരണങ്ങൾ ഒരു മുറിക്കുള്ളിലോ ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരു സ്ഥാപന പരിധിക്കുള്ളിലോ ആയിരിക്കും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഏതാനും മീറ്ററോ ഏതാനും കിലോമീറ്ററോ വൃത്തപരിധിക്കുള്ളിൽ ആയിരിക്കും ഇവയുടെ പ്രവർത്തനം. സാധാരണയായി ഓഫീസുകളിലും സ്കൂളിലും റൂമിലും ഒരു ലാൻ ശൃംഖല മാത്രമാണുള്ളത് കണ്ടോ. ഓഫീസിലൊരു ഇത് കാണും, ലൈബ്രറിയിൽ ഒരു ഇത് കാണും, സെർവർ കമ്പ്യൂട്ടർ ലാബ് കാണും. ലാൻ അറിയാമല്ലോ നമുക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. പിന്നെ നമ്മുടെ മാൻ ആണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ മാൻ ശൃംഖലയുടെ കമ്പ്യൂട്ടിംഗ് പ്രവർത്തന വിനിമയ ഉപകരണങ്ങളും വ്യാപനം ഒരു നഗരപരിധിക്കുള്ളിൽ വ്യാപിച്ച് നിൽക്കുന്നു. ഒരു നഗരപരിധിക്കുള്ളിൽ വ്യാപിച്ച് നിൽക്കുന്നു കേട്ടോ. നഗരപരിധിക്കുള്ളിൽ വ്യാപിച്ച് നിൽക്കുന്നു. പിന്നെ ഇതിനായി മാൻ്റെ ഉടമസ്ഥത നിയന്ത്രണം ഗവൺമെൻറ്റിനും ഒരു വലിയ സ്ഥാപനത്തിനും ആയിരിക്കും. നമ്മുടെ കേബിൾ നെറ്റ്വർക്കൊക്കെ മാനിലാണ് വരുന്നത് കേട്ടോ. കേന്ദ്ര മുഖ്യ കാലം ഉപകേന്ദ്ര വ്യവസായം കണ്ടത്. പിന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വാൻ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് പല നഗരങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന വിവരവിനിമയ കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളാണ് വാൻ ശൃംഖലയിൽ പെടുന്നത് കേട്ടോ. 100 മീറ്റർ വൃത്തപരിധിക്ക് അപ്പുറത്തേക്ക് ഇവയുടെ പ്രവർത്തനം വ്യാപിച്ചിരിക്കുന്നത്. സ്വകാര്യ കമ്പ്യൂട്ടറുകൾ, ലാന്, മാന് കൂടാതെ മറ്റു വാനുകളും ഇതിൽ അംഗങ്ങളായിരിക്കും കേട്ടോ. ഇത് വ്യാപ്തികളും ഒരു ബോക്സ് തന്നിട്ടുണ്ട്, ജസ്റ്റ് നോക്കി വെച്ചോ. പാനിൻ്റെ വ്യാപ്തി എത്രയാണ്? 10 മീറ്റർ വൃത്തപരിധിക്കുള്ള തന്നെ പാനിൻ്റെ വ്യാപ്തി വരുന്നത്. ലാനിൻ്റെ വ്യാപ്തി ഏതാനും മീറ്റർ മുതൽ 10 കിലോമീറ്റർ വൃത്തപരിധി വരെയാണ് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് വരുന്നത്. പിന്നെ മാനിൻ്റെ വരുന്നത് മാനിൻ്റെ വരുന്നത് എങ്ങനെയാണ്? നഗരപരിധിയിൽ 100 കിലോമീറ്റർ വൃത്തപരിധിയിലാണ് മാന് വരുന്നത്. വാൻ എങ്ങനെയാണ് വരുന്നത്? രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ലോകമാകമാനം വാന് വരുന്നുണ്ട്. വാൻ എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക് കേട്ടോ. അപ്പോൾ മാൻ എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അറിയാമല്ലോ. പിന്നെ ലാന് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. പിന്നെ അതുപോലെ വിനിമയ വേഗതയാണ്. പാനിൻ്റെ വിനിമയ വേഗത അതിവേഗമാണ്. ലാനിൻ്റെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ വിനിമയ വേഗതയും അതിവേഗമാണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിൻ്റെ വിനിമയ വേഗത സാമാന്യ വേഗതയാണ്. വാനിൻ്റെ വേഗത കുറവാണ് കേട്ടോ. പിന്നെ പാന് ചിലവ് തീരെ കുറവാണ്. പിന്നെ ലാനിൻ്റെ ചിലവ് കുറവാണ്. മാന് സാമാന്യം ചിലവുണ്ട്. പിന്നെ വാന് ചിലവേറിയതാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇനി പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഇൻ്റർനെറ്റ് IP അഡ്രസ്. പിന്നെ നമുക്കിനി നമ്മുടെ ഇതായിട്ട് നമ്മുടെ സിലബസിൽ വരുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ ഉണ്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഈ NCERTയിലെ രണ്ട് ചാപ്റ്ററുകൾ നമ്മളിന്ന് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്ററുകളാണ്. അതായത് നമ്മുടെ സിലബസിൽ തന്നെയുള്ള 2 ചാപ്റ്റേഴ്സാണ് ഈ NCERT ടെസ്റ്റിലെ +1 കമ്പ്യൂട്ടർ സയൻസിലെ 2 ചാപ്റ്റേഴ്സും വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളെല്ലാം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇത് നിങ്ങൾ നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2 KB കിലോബൈറ്റ്സ് ഡാഷ് ബൈറ്റ്സ് എന്നാണ് വെച്ചിരിക്കുന്നത്. കാതി ബോർഡ് റിലീസ്ഡ് IT ആയിട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? 2 കിലോബൈറ്റ് ഡാഷ് ബൈറ്റ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം 1 മെഗാബൈറ്റ് എന്ന് പറയുമ്പോൾ 1024 KB ആണ് വരുന്നത് അല്ലേ. 1 GB എന്ന് പറയുമ്പോൾ 1024 MB ആണ് വരുന്നത്. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? 2 KB ആണ്. 2 KB. അപ്പോൾ 1 KB എന്ന് പറയുമ്പോൾ എന്താണ്? 1024 ബൈറ്റ്സ് ആണ്. നമ്മൾ കുറച്ച് മുമ്പ് NCERT ടെസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ചതാണ്. 1 കിലോബൈറ്റ് എന്ന് പറയുമ്പോൾ 1024 ബൈറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്? അപ്പോൾ 2 കിലോബൈറ്റ്സ് ആകുമ്പോൾ എത്രയാണ് വരുന്നത്? 1024 × 2 ആണ്. 1024 ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 2048 അല്ലേ. 1024
ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ തന്നെ 2048. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളുടെ ക്ലാസ് കേട്ടോ, റിവിഷൻ ക്ലാസ്. ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. LDC യുമായിട്ട് ബന്ധപ്പെട്ട ഖാദി ബോർഡ്, അതുപോലെ തന്നെ LDC തിരുവനന്തപുരത്തിൻ്റെ കണക്റ്റഡ് ക്വസ്റ്റ്യൻസും വിത്ത് NCERT ടെസ്റ്റിലെ ഇതിൽ നിന്ന് ചോദിച്ച 2 NCERT ടെസ്റ്റിലെ നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട +1 2 കമ്പ്യൂട്ടർ സയൻസിലെ ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഇതിന് മുമ്പേ നമ്മൾ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു കംപ്ലീറ്റ് റിവിഷൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ അതോടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും കണ്ട കൂട്ടുകാർക്ക് വളരെ നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.